ധർമ്മസ്ഥലയിൽ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാണിച്ച ആറാമത്തെ പോയിന്റിൽ അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തി. ശരീരഭാഗങ്ങൾ മനുഷ്യന്റേത് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സാരംഗ് സുരേഷ് വിവരങ്ങളുമായി. സാരംഗ്, ഈ വെളിപ്പെടുത്തലിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ആദ്യം ശരീരഭാഗങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന കാര്യത്തിലൊക്കെ ഒരു സംശയവും അനിശ്ചിതത്വവും നിൽക്കുകയായിരുന്നില്ല. അതിനിടയിലാണ് മനുഷ്യന്റേതെന്ന് സ്ഥിരീകരിക്കുന്ന ശരീരഭാഗങ്ങൾ ലഭിച്ചിരിക്കുന്നത്. ഇനി കൂടുതൽ പരിശോധനകൾ ഏത് തരത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഉദ്ദേശിക്കുന്നത്? രതീഷ്, ഇപ്പോൾ നിലവിൽ ആറാമത്തെ പോയിന്റ്, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് ഏതാനും മീറ്ററുകൾ മാറി ആ ഒരു പുഴയോരത്തുള്ള ഒരു ഭാഗത്താണ് ആറാമത്തെ പോയിന്റ് ഉള്ളത്. അവിടെ നിന്നാണ് ഇന്ന് ഉച്ചയോടുകൂടി മനുഷ്യന്റെ അസ്ഥി കണ്ടെത്താൻ സാധിക്കുന്നത്. 2 അടി താഴ്ചയോളം ഉള്ള ഒരു പ്രദേശത്ത് നിന്നാണ് ഈ അസ്ഥി കിട്ടുന്നത്. അത് പിന്നീട് നടത്തിയ ശാസ്ത്രീയ പരിശോധനകളിൽ നിന്ന് അത് പുരുഷന്റെ അസ്ഥിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. കാരണം ഈ പറഞ്ഞ SIT സംഘത്തോടൊപ്പം തന്നെ തൊഴിലാളികളോടൊപ്പം തന്നെ ഫോറൻസിക് വിദഗ്ധരും അതോടൊപ്പം തന്നെ ആന്ത്രോപോളജി ഗവേഷകരുമുണ്ട്. അവർ പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ പരിശോധനയിലാണ് ഇത് പുരുഷൻ്റെതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നത്. പിന്നീട് ശാസ്ത്രീയ പരിശോധനകൾ നടത്താനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയായിരുന്നു. ഇതോടൊപ്പം തന്നെ സമാന്തരമായി മഹസർ തയ്യാറാക്കാനുള്ള നടപടികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൊല്ലപ്പെട്ടത് പെൺകുട്ടികളും സ്ത്രീകളുമാണ് എന്നതായിരുന്നില്ലേ വെളിപ്പെടുത്തൽ? പുരുഷന്മാരും കൊല്ലപ്പെട്ടു എന്ന് ഇയാൾ വെളിപ്പെടുത്തിയിരുന്നോ? രതീഷ്, തീർച്ചയായും ആർക്കും വരുന്ന ഒരു സംശയം തന്നെയാണത്. പക്ഷേ കോടതിയിൽ ഇദ്ദേഹം നൽകിയ മൊഴിയിൽ പറയുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒപ്പം ചുരുക്കം ചില പുരുഷന്മാരുടെ മൃതദേഹവും തനിക്ക് ഇത്തരത്തിൽ സംസ്കരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കി പറഞ്ഞിരുന്നു. ഒരുപക്ഷെ അത്തരത്തിൽ 6 മുതൽ 8 വരെ മൃതദേഹങ്ങൾ സംസ്കരിച്ച ഒരിടമാണ് ഈ പോയിന്റ് 6 എന്നാണ് ഈ ദൃക്സാക്ഷി കോടതിക്ക് നൽകിയിട്ടുള്ള മൊഴി. അപ്പോൾ ഒരുപക്ഷെ ഇതിലേതെങ്കിലും ഒരാളുടെ അസ്ഥിയുടെ ഭാഗമായിരിക്കാം ഇത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു ചുറ്റളവിൽ നിന്ന് ബെൽത്തങ്ങാടി, അതുപോലെ ധർമ്മസ്ഥല, ഉടുപ്പി, മംഗളൂരു, ചിക്കമംഗളൂരു എന്നീ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും ധർമ്മസ്ഥലയിലോ അല്ലെങ്കിൽ പരിസര പ്രദേശത്തോ വെച്ച് കാണാതായ ആളുകളുടെ ഒരു പട്ടിക തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം തന്നെയായിരിക്കും മുന്നോട്ടേക്ക് വരിക. അന്വേഷണത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു തെളിവാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. സാരംഗ് സുരേഷാണ് ധർമ്മസ്ഥലയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.